കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ചെറിപ്പെരുന്നാളനുബന്ധിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയത് ബിരിയാണി, പത്തിരി, അതേപോലെ തന്നെ ബീഫ് കറി. അടിപൊളി ടേസ്റ്റിയായ ബീഫ് കറിയാണ് കേട്ടോ. വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താണ് തയ്യാറാക്കിയത്? എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അങ്ങനെതാ ചായയൊക്കെ റെഡിയാക്കി എടുത്തോട്ടോ. അതിനുശേഷം നമ്മൾ പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇതാ റെഡിയാക്കി വെച്ച് കേട്ടോ. അതിനിടയിൽ ദാ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതാ റെഡിയാക്കിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് പണികൾ തീർക്കണം. 8 മണിയാകുമ്പോഴേക്കും മോന് പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കുവാൻ പോകണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ. അങ്ങനെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. എന്നിട്ട് ഇതാ സബോളയും ചെറുള്ളിയും നല്ല പോലെ വഴറ്റിയെടുത്തോട്ടോ. അതിനുശേഷം തക്കാളിക്കുട്ടൻ അരിഞ്ഞത് 2-3 അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല പോലെ വഴറ്റിയെടുത്തിട്ടോ. അതിനുശേഷം നമ്മുടെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടോ. അതിനുശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ദാ കാശ്മീരി മുളക് പൊടി പാകത്തിന്, മഞ്ഞൾപ്പൊടി പാകത്തിന്, പിന്നെ മല്ലിപ്പൊടി പാകത്തിന് എന്നിവ ചേർത്ത് മുളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തതാ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ദാ ഉപ്പ് ചേർത്ത് കൊടുത്തോട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി പിന്നെ കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഇങ്ങായിട്ട് ഇതാ വേവിക്കാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അങ്ങനെ ചെറിയ ബോൾസ് ആക്കി ഇതാ സെറ്റാക്കി. അതിനുശേഷം അങ്ങനെ എല്ലാ ബോൾസും ദാ പത്തിരിയായി മാറിയിട്ടോ. അതിനുശേഷം ദാ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തു. അങ്ങനെ ദാ പത്തിരി എല്ലാം ദാ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പത്തിരിയും പെരത്തി അങ്ങോട്ട് ചുട്ടിട്ടോ. അതിനുശേഷം നമ്മുടെ ബീഫ് വെന്തങ്ങോട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കറി മസാലപ്പൊടി പാകത്തിന് കേട്ടോ, പിന്നെ ഇതാ കുരുമുളക് പൊടി പാകത്തിന് എന്നിവ ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വായിൽ കപ്പലോടും അത്രയും ടേസ്റ്റിയായ ബീഫ് കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തങ്ങായിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതാ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പെരുന്നാൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ദാ ബീഫ് കറി ഇതാ സെറ്റാക്കി ഇതാ മേശപ്പുറത്ത് ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലും അതേപോലെ തന്നെ വളരെ രുചികരമായ ബീഫ് കറി, അതേപോലെ തന്നെ ഇതാ പത്തിരിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല കേട്ടോ. ഏകദേശം പള്ളിയിലെത്തേണ്ട സമയമായി തുടങ്ങി. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പള്ളിയിലേക്ക് പോയിട്ടോ പെരുന്നാൾ നിസ്കരിക്കുവാൻ. അങ്ങനെ ദാ ബിരിയാണി വെക്കാനുള്ള അരിതാ നന്നായി കഴുകിതാ വാറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതാ നിരനിരായിട്ട് ഇതായിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബിരിയാണി ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ദാ അളന്നങ്ങായിട്ട് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചു. അതങ്ങോട്ട് സെറ്റാക്കി വെച്ച ശേഷം തീ പൂട്ടി ചെമ്പട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തു. പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു. കറി മസാല അങ്ങോട്ട് ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം
കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബിരിയാണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ക്യാമറ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പിടിക്കുന്നു, ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പോലെ റോസ്റ്റ് ചെയ്ത ശേഷം 1.5 കിലോ അരിക്കാണ് ഞാൻ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി അളന്നെടുത്ത അതേ പാത്രത്തിൽ തന്നെ വെള്ളം അളന്ന് വെട്ടിത്തിളപ്പിച്ച ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്തോ. അതിന് ശേഷം സബോള അരിഞ്ഞത് പാകത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ. അതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീര്, അതേപോലെ തന്നെ നമ്മുടെ RKG പാകത്തിന് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തു. എസൻസ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ കുളിച്ച് ഒരുങ്ങി അങ്ങനെ മക്കളത് ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.